ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോം ടൂറാണ്. നമ്മുടെ വാടക വീടിന്റെ ഹോം ടൂറാണ് ഗൈസ്. പുറത്തുനിന്ന് നല്ല കാറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നേരെ നമ്മൾ കാണുന്ന ഈ 2 ചെടിയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നേരത്തെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോർണറിൽ നമ്മൾ ഈ ഒരു ചെറിയ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഞങ്ങളുടെ മണി പ്ലാന്റ്? ഇതും ഞങ്ങൾ കയറി വരുന്ന സിറ്റ് ഔട്ട് ഒരു കോർണറിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ നേരെ കയറി വരുന്നത്. നമ്മുടെ ഹാളിലേക്ക് കയറുന്ന ഒരു പോർഷൻ ഇതാണ്. നമ്മുടെ ഹാളിൽ നിന്ന് നേരെ കയറി വന്ന ആ കോർണറിൽ നമ്മൾ ആ ഒരു പ്ലാന്റ് കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് കാണാനുള്ളത് ഈ ഒരു ചെറിയ കബോർഡാണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഹാളിൽ കാണാനായിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ തൊട്ടിയാണ്. വേറെ അടുത്തൊരു കോർണറിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അതാ കാച്ചു ഇതാ ഇരുന്ന് TV കാണുന്നുണ്ട്. 24 മണിക്കൂർ ആശാന്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയ വാഷ് ബേസിൻ ഉണ്ട്, ഒരു ചെറിയ മിറർ ഉണ്ട്. TV ഒക്കെ നമ്മൾ എല്ലാം ഇവിടെ വന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിനു മുമ്പ് ഇവിടെ താമസക്കാരൊക്കെ അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെന്താ ഈ വക ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ വാഷിംഗ് മെഷീൻ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിച്ചതാണ്. അടുത്ത നമ്മൾ ഇവിടുന്ന് ഹാളിൽ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ് നിലത്താണ് ഇട്ടിരിക്കുന്നത്. കട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വന്നിട്ടില്ല കേട്ടോ. കാരണം ചേട്ടൻ എന്തോ ആക്സിഡൻറ്റോ മറ്റോ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഈ തലയണ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാച്ചുമാണ് ഇങ്ങനെ അറ്റത്ത് കിടക്കണത്. അപ്പം ആശാൻ 24 മണിക്കൂറും നിലത്ത് വീഴും. അതുകൊണ്ട് തലയൊക്കെ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു തലയണ എടുത്ത് നിലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ 2 ജനല്, പിന്നെ എൻ്റെ റിംഗ് ലൈറ്റ് സാധനങ്ങൾ. ഇവിടെ വേറെ കബോർഡോ സാധനങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്കുള്ളത് ഈ ഒരു അലമാരിയാണ്. 2 റൂമിലും ഓരോ അലമാരിയുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചേക്കണം. അപ്പം നമ്മൾ ഒരു ടേബിളല്ല, ഒരു ചെറിയൊരു അലമാരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും താമസിക്കാതെ വരും. ഇത് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ജനലാണ് കേട്ടോ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ കാണാനൊന്നുമില്ല. ഒരു ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കാച്ചു ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞൊരു ഫോണാണ് കേട്ടോ ഇത്. പിന്നെ ഒരു എയറോപ്ലെയിൻ ഇരിപ്പുണ്ട് കാച്ചുവിന്റെ. ഇവിടെ വന്നാൽ നല്ല കാറ്റാട്ടോ പുറത്തുനിന്ന്. കാരണം ഈ റൂമിൽ മാത്രമല്ല, അപ്പുറത്തെ റൂമിലും നമ്മൾ ഈ ജനൽ തുറന്നിടുകയാണെങ്കിൽ പുറത്തുനിന്ന് നല്ല കാറ്റ് കിട്ടും. നമുക്ക് ഫാൻ ഇട്ടില്ലെങ്കിലും വലിയ ചൂടെടുക്കാതെ ഒരു മീഡിയം ലെവലിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീലിങ്സ് ആണ്. ഇതാ ഈ ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന വഴിയില്ലേ, ഇതിൽ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വയലും ചെറിയൊരു അമ്പലം ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഇടയ്ക്ക് സമയമുള്ളപ്പം നമുക്ക് ആ വയലും അമ്പലമൊക്കെ നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ ഉള്ളതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ അതാ ഇവിടുന്ന് നേരെ ഇറങ്ങി നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം. ഇവിടെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ഈ റൂമിലൊരു അലമാരിയുണ്ട്. വേറെ കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ നമ്മൾ ട്രോളിക്കകത്തായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഒരു ജനലുണ്ട്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. ഇവിടെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ സാധാ പോലെയൊക്കെ തന്നെ കേട്ടോ. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. മിക്സി ഉണ്ട്, കെറ്റിലുണ്ട്, പാത്രം വെക്കണമെങ്കിൽ ഒരു സാധനം ഉണ്ട്, റൈസ് കുക്കർ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. പിന്നെ ഈ മസാലകളൊന്നും വെക്കാൻ നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇത് നമ്മളിവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കാണിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു തേങ്ങ വെച്ചിട്ടുണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, മുട്ടയുണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ കരിപ്പെട്ടി ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്തെ സൈഡ് കാണിക്കൂല കേട്ടോ. അത് കാണിക്കാണ്ടിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും TV ഒക്കെ മേടിച്ചപ്പോൾ മൈജിയിൽ നിന്ന് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത്.
പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലാണ് കേട്ടോ ഇത് ബാക്ക് സൈഡിൽ. ഇത് നമുക്ക് ടെറസിലേക്ക് പോകുന്നതാണ്. കണ്ടോ, ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പം ഈ ഒരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തായിരുന്നു, മറ്റേ വിഷമുള്ളൊരു ചെടി, അരളി. ഈ വീട്ടിലെല്ലായിടത്തും, അതായത് ഈ പരിസരത്തുള്ള എല്ലാ വീട്ടിലും ഈ ചെടി ഉണ്ട് കേട്ടോ. ഈ പരിസരത്ത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലായിടത്തും, ഇവിടെ മിക്ക വീട്ടിലും തന്നെ ഈ അരളിച്ചെടി ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് അമ്പലങ്ങളും ഉണ്ട്, അതുകൊണ്ട് പൂജയ്ക്കൊക്കെ എടുക്കാനോ മറ്റോ ഒക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലെ പോലെയല്ല കേട്ടോ ഇവിടെ. ഇടുക്കിയിലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഗ്യാപ്പ് ഇട്ടൊക്കെ ആയിരിക്കും വീട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തടുത്തടുത്തടുത്ത് വീട്, എപ്പോഴും നമ്മളിങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ തന്നെയല്ല, എന്താ പറയാ, നമുക്കൊരു ഒറ്റപ്പിടിയിൽ ഫീലിങ്സ് തോന്നത്തേ ഇല്ല. എത്ര നമ്മൾ തന്നെയുള്ളെങ്കിൽ പോലും നമുക്കൊരു ഒറ്റപ്പിടിയിൽ തോന്നത്തില്ല ഇവിടെ. അതെന്താ, എപ്പോഴും നമ്മളിങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മുറിയിലൊക്കെ വന്ന് ജനലൊക്കെ തുറന്നിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു ഫീലാണ് കേട്ടോ. കാരണം കരയാനാണെങ്കിലും ചിരിക്കാനാണെങ്കിലും നമ്മുടെ മുറിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.